ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ലോഗ്. രാവിലെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു കോഫി ഷോപ്പിൽ വന്നിരിക്കും ഗൈസ്. ഹംബിൾ ബീൻ കഫേ എന്ന് പറഞ്ഞാൽ ഇന്ദിരാനഗറിൽ. സോ എൻ്റെ ഫ്ലൈറ്റ് 8:30 ഉള്ളൂ. ഇന്നലെ രാഹുലിൻ്റെ അവിടെ പോകാമെന്ന് വിചാരിച്ചിരുന്നിട്ട് അവിടെ എല്ലാവർക്കും കഞ്ചക്റ്റീവൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്ലാൻ മൊത്തം തെറ്റി ഗൈസ്. സോ പിന്നെ ബ്രൈറ്റ് ഫോക്സും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫുൾ കറക്കമായിരുന്നു. മൈസൂർ റോഡിൽ ഏതൊരു ഫിൽട്ടർ കഫേ എന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എനിക്കൊന്ന് ആ വ്ളോഗ് കണ്ടാണ്. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഞാൻ 3 മണിക്ക് എന്തോന്ന് ഹോട്ടലിൽ ഒന്ന് ചെക്ക് ഇൻ ചെയ്തത്. എന്നിട്ട് ഞാൻ 12 മണിക്ക് ചെക്കൗട്ട് ചെയ്ത് ഈ ഹംബിൾ ബീനിൽ എൻ്റെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പുള്ളിക്കാരൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നല്ല കഫേ ആണെന്നുണ്ട്. സോ താങ്ക്സ്. അപ്പം ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് ചെക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ കോൾഡ് ബ്രൂവും ഫ്രഞ്ച് ടോസ്റ്റും പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ ലഗേജ് അവിടെ ഹോട്ടലിൽ വെച്ചിട്ടാണ് വന്നത്. സോ ഫുൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ലഗേജും എടുത്തിട്ട് നേരെ എയർപോർട്ടിൽ പോയി 4:30 ഒക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. 8:30 അല്ലേ ഫ്ലൈറ്റ്. 5:30, 6:30 കുഴപ്പമില്ല, 2 മണിക്കൂർ മുമ്പ് എത്തും. സോ ലെറ്റ്സ് സീ ഗൈസ്, ലെറ്റ് സ്റ്റാർട്ട് ദ ഡേ വിത്ത് എ കോൾഡ് ബ്രൂ. അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത കോൾഡ് ബ്രൂ ഗൈസ്. എനിക്ക് തോന്നുന്നു ഓറഞ്ച് ഫ്ലേവർ കോൾഡ് ബ്രൂ എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് സീ, ട്രൈ ചെയ്ത് നോക്കാം. നോർമൽ കോൾഡ് ബ്രൂ ആണ് പറഞ്ഞത് തോന്നുന്നു ഗൈസ്. ഓറഞ്ച് ഫ്ലേവർ അല്ല, നോർമൽ കോൾഡ് ബ്രൂ. കൊള്ളാം. നൈസ് കോഫി. എൻ്റെ ഒരു ഫ്രഞ്ച് ടോസ്റ്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്, അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പേനോ ചോക്ലേറ്റ് കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. മേ ബി ഞാൻ അത് ഓർഡർ ചെയ്യും. ലെറ്റ്സ് സീ ഗൈസ്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ബനാന ആൻഡ് സിന്നമൺ ഫ്രഞ്ച് ടോസ്റ്റ്. മുകളിൽ വാൾനട്ടൊക്കെ കിടപ്പുണ്ട്. അത്യാവശ്യം വലിയ തിക്നെസ്സൊന്നും ഇല്ലാത്ത ബ്രെഡാണ്. കുഴപ്പമില്ല, കണ്ട് നല്ല കാരമലൈസ്ഡ് ലുക്കുണ്ട് കേട്ടോ ബ്രെഡിൻ്റെ എഡ്ജസൊക്കെ. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. എനിക്ക് 2 കൈ വേണം ഗൈസ്, കത്തിയും സാധനം വെയിറ്റ് പോരാ. ഇതൊരു പുതിയ ആംഗിളാണ്. ഞാൻ തന്നെ ട്രൈപോഡ് വെച്ച് സെൽഫ് ആംഗിൾ. ഇതാണ് ക്യാമറ. അത് കുറച്ച് പണിയാണ് ഗൈസ്. എൻ്റെ നോട്ട് ഒരിക്കലും ഇങ്ങനെ അയച്ചെടുക്കുമ്പം ക്യാമറയിലോട്ട് പോകില്ല, നേരെ സ്ക്രീനിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഇത് ഹെൽത്തി ഫ്രഞ്ച് ടോസ്റ്റാണ് ഗൈസ്. അങ്ങനെ ഡ്രൈ ആണ് ബ്രെഡ്. സാധാരണ നമ്മൾ കഴിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ഇല്ലേ, ഇത് കുറച്ച് ബേക്ക്ഡ് ആണെന്ന് തോന്നുന്നു. കുറച്ച് ഹാർഡാണ് മൊത്തം. അകത്തൊന്നും വലിയ സോഫ്റ്റ് അല്ല. മറ്റേത് ബനാന ഫ്ലേവർ വലിയ കുഴപ്പമില്ല. ഒരു ചെറിയ മൈൽഡ് സ്പൈസിൻ്റെ ഒരു കിക്കുണ്ട്. സോ പക്ഷെ ബ്രെഡ് ഉണ്ട്, നിങ്ങൾ മറ്റേ ഇതാണ് കട്ടിയുള്ള ബ്രെഡാണ്, സോഫ്റ്റ് അല്ല. അകത്തോട്ട് സോഫ്റ്റൊന്നും അല്ല സാധാരണ ചെയ്യുന്നതല്ലോ. ഞാൻ ഇങ്ങനത്തെ ഒരു ബ്രെഡിൻ്റെ ഫാനല്ല. പക്ഷേ രാവിലെ തന്നെ കുറച്ചൊരു ഹെൽത്തി ഫീൽ വരുന്നുണ്ട്. കുഴപ്പമില്ല കേസ്, അതൊന്നും വലിയ സീനില്ല. അത്യാവശ്യം ഒരു ഹെൽത്തി ഫീലിംഗ് ഉണ്ട് ഇത് കഴിച്ചിട്ട്. വലിയ മറ്റേ സോഫ്റ്റ് ആൻഡ് ഗൂയി ടൈപ്പ് ഓഫ് ഫ്രഞ്ച് ടോസ്റ്റ് അല്ല. അപ്പോൾ ഇത് കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കാം, ടൈം സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ലഞ്ച് ഞാൻ ആലോചിക്കുന്ന ബാൻ പാട്ടായി എന്ന് പറഞ്ഞ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആക്ച്വലി ടോപ്പ് 50 റെസ്റ്റോറൻറ്റ്സ് ഇൻ ഇന്ത്യയിൽ ഒരെണ്ണമാണ്. ഒരു ബാങ്കോക്കിൽ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷലിൻ ഗൈഡിലൊക്കെ ഫീച്ചേർഡാണ്. സോ ഞാൻ വെച്ച് അവിടുത്തെ പാട്ടായി പോയി ട്രൈ ചെയ്യാം ഉച്ചയ്ക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അന്ന് വന്ന അഖിൽ എന്ന് പറഞ്ഞ ബ്രോ ഇല്ലേ, അപ്പം പുള്ളി എന്നെ കാണാൻ വരാൻ ഡ്രോപ്പ് ചെയ്യാൻ തന്നെ എയർപോർട്ടിൽ. അങ്ങനെ ആലോചിച്ച് ഞാൻ പറഞ്ഞു വേണ്ടാന്നാണ്, പക്ഷേ പുള്ളി ഭയങ്കര ഇൻസിസ്റ്റിംഗ് ആണ്. അവിടെ ബാൻ പാട്ടായി കഴിഞ്ഞിട്ട് നേരെ എയർപോർട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. ലഗേജ് ഇപ്പം നമ്മളെ മുമ്പ് ഇപ്പം സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ ചെയ്യാം. അപ്പം അവിടെ നിന്ന് ലഗേജും എടുത്തിട്ട് നേരെ എയർപോർട്ട് ഒരു 4:30 ഒക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്നുള്ള പ്ലാനാണ്. ലെറ്റ്സ് സീ. അത് കഴിഞ്ഞ് ഈ കൊച്ചിയിൽ വീണ്ടും ബാക്ക് ടു കൊച്ചി. കുറേ പരിപാടിയുണ്ട് കൊച്ചിയിൽ, എന്തൊക്കെ സർപ്രൈസ് പരിപാടികളും ഉണ്ട്. നോക്കട്ടെ ഗൈസ്, അത് ഞാൻ വഴിയേ പറയാം. ഈ വ്ളോഗൊക്കെ എപ്പോൾ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ അടുത്ത സ്ഥലത്ത് കാണാം. റൈറ്റ്. അങ്ങനെ ഗൈസ്, നമ്മൾ ഹംബിൾ ബീയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നേരെ പാട്ടായി, ഒരു ബാൻ പാട്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം ഗൈസ്. ടോപ്പ് 50 റെസ്റ്റോറൻറ്റ്സ് ഇൻ ഇന്ത്യയിൽ ഒരെണ്ണമാണ്. പോയി നമുക്ക് ഇവിടുത്തെ ടോപ്പ് പാട്ടായി ഒന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നടന്നു പോവാം, ഇവിടെ അടുത്തവിടെയാണ് ഗൈസ്. അങ്ങനെ നടന്ന് നമ്മൾ പാട്ടായിയുടെ സ്ഥലം എത്തിയെന്ന് തോന്നുന്നു. എവിടെ കയറണമെന്ന് കൺഫ്യൂഷനാണ് ഗൈസ്. ഇവിടെ കയറണോ? ഇതാണ് സ്ഥലം, പാട്ടായിയുടെ പ്ലേസ്. അതോ കോൺസൂ ഉണ്ട് ഇവിടെ. അന്ന് നമ്മൾ അഫക്കാറ്റോ കഴിച്ചത്. പിന്നെ ബർഗർ കടയുണ്ട് കാരണം. ഞാൻ നോക്കട്ടെ ഗൈസ്, ആലോചിക്കട്ടെ എന്ത് കഴിക്കണമെന്ന്. ഗൈസ്, നമ്മളങ്ങനെ പാട്ടായി കഴിക്കാൻ തന്നെ തീരുമാനിച്ചു ഗൈസ്. ഇതാണ് ബാൻ പാട്ടായി. ഇതാണ് മെനു. ബാൻ പാട്ടായി. ഇവർ ആക്ച്വലി ബാങ്കോക്കിൽ മിഷലിൻ ഗൈഡ് ലിസ്റ്റഡ് ആണ്. സോ ഞാൻ വിചാരിച്ചു എന്തായാലും അന്ന് ട്രൈ ചെയ്യാം. ഇതവരുടെ കോക്ടെയിൽ ആൻഡ് സോജു എന്ന് പറഞ്ഞ അവരുടെ റൈനാണ് തോന്നുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
നോൺ ആൽക്കോളിക് ബവറേജസ്, പിന്നെ കുറേ ഒറ്റ കൈ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ നല്ല പാടാണ് കേസ്, പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആൽക്കോളിക് വൈൻസാണ് കേട്ടോ. ഇതാണ് അവരുടെ മെനു. ഞാൻ വിചാരിക്കുന്നത് ഗൈസ്, അവരുടെ ഈ ഒരു ഫ്രൈഡ് ചിക്കൻ വിങ്സ് ഉണ്ട്, അപ്പോൾ അതും പറയാം, അവരുടെ പാഴ്ത്തായും പറയാം. ഇതാണല്ലോ സിഗ്നേച്ചർ സംഭവങ്ങൾ. ഇത് രണ്ടും ഓർഡർ ചെയ്തിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നു. ടോപ്പ് 50 റെസ്റ്റോറൻറ്റ്സ് ഇൻ ഇന്ത്യയിൽ ഒരെണ്ണമാണ്, മിഷലിൻ ഗൈഡിൽ ലിസ്റ്റഡ് ആണ് ബാങ്കോക്കിൽ. സോ ലെറ്റ്സ് സീ, ട്രൈ ചെയ്ത് വരാം ഗൈസ്. എന്തായാലും സംസാരിച്ചാൽ കേട്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. എന്തായാലും സാധനം വരട്ടെ, കാണിച്ചു. പാഡ് തായ്, the pad thai, the prawns one is good. But I recommend the chicken. That is fine. Can I show you on the video? It's fine. Okay, that's fine. I will have the chicken, Thai lime iced tea. So ഞാൻ Thai lime iced tea ആണ് പറഞ്ഞിരിക്കുന്നത് ഗൈസ്, ബിക്കോസ് പാഷൻ ഫ്രൂട്ടിൻ്റെ കുരു കഴിക്കാൻ വയ്യ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം ഒരു ചിക്കൻ വിങ്സും ഒരു തായ് ലൈം ഐസ് ടീയും പിന്നെ പാഡ് തായ് ചിക്കൻ. ഞാൻ പ്രോൺസ് പറയാമെന്ന് വിചാരിച്ചപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് റെക്കമെൻഡ് ചെയ്തത് ചിക്കൻ ആയിരിക്കും ബെസ്റ്റാണ്. സോ ലെറ്റ്സ് സീ ഗൈസ്, വരട്ടെ, ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ലെസ് പീനട്ട്സ് എനിക്ക് വലിയ പീനട്ട് ഇഷ്ടമല്ല. സോ അവർ പറഞ്ഞത് സെപ്പറേറ്റ് കൊണ്ടുവരും, അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നോക്കാം ഗൈസ്, ടോപ്പ് പാഡ് തായ് ഇൻ ഇന്ത്യ. ലെറ്റ്സ് സീ. അങ്ങനെ ഗൈസ് നമ്മുടെ തായ് ലൈം ഐസ് ടീ വന്നിരിക്കുകയാണ്. ഇത് അവിടുത്തെ സ്പെഷ്യൽ ഓതൻറ്റിക് സാധനമാണെന്ന് തോന്നുന്നു. ഐ വിൽ ഗിവ് ഇറ്റ് എ ട്രൈ ഗൈസ്. ആദ്യം എന്തായാലും ഒന്ന് മിക്സ് ചെയ്തിട്ട്, എപ്പോഴും നമ്മൾ ഡ്രിങ്ക്സ് മിക്സ് ചെയ്യണം ഗൈസ്. ചിലപ്പോൾ സിറപ്പൊക്കെ കാണും അടിയിൽ, അതുകൊണ്ട് ഒരു ഉറപ്പിന് വേണ്ടി ചിലപ്പോൾ മിക്സ് ചെയ്യേണ്ടായിരിക്കും, പക്ഷെ എന്നാലും ഒരു ഗ്യാരണ്ടിക്ക് വേണ്ടി യു ഗൈസ് ക്യാൻ മിക്സ് ഇറ്റ്. ഏത് ഡ്രിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ലൈക്ക് നോൺ ആൽക്കോളിക്. എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് സവർ ടേസ്റ്റ് എന്നാണ് പറഞ്ഞത്. സോ ലെറ്റ്സ് ട്രൈ. ചെറിയൊരു കഫ് സിറപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ട്, അതാണ് ഈ സവർനെസ് എന്ന് പറഞ്ഞത്. സംഭവം പക്ഷേ കൊള്ളാം കേട്ടോ, ഭയങ്കര റിഫ്രഷിങ്. ഒരു ചെറിയൊരു മരുന്നിൻ്റെ എവിടെയോ ഒരു ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കൂടുതലും ലൈമിൻ്റെ ഫ്ലേവർ തന്നെ. കൊള്ളാം, നല്ല രസമുണ്ട് സംഭവം. കളറ് നൈസ്, വെട്ടി കൂൾ ഡ്രിങ്ക്. അത് ലൈമിൻ്റെ ഒരു വേറൊരു വേരിയേഷൻ, ഇന്നേ വരെ കുടിക്കാത്തൊരു ടേസ്റ്റ്. കൊള്ളാം, വെറൈറ്റി അതാണ് സാധനം. അല്ലേ എ പീസ് ഓഫ് തൈ, വുഡ് യു മൈൻഡ് ഡാർലിംഗ് സീൻ. അപ്പോൾ അടുത്ത് എന്തായാലും നമ്മൾ മിക്കവാറും ചിക്കൻ ഫ്രൈ സാധനം അത് എനിക്ക് തോന്നുന്നു കുറച്ച് ടൈം എടുക്കും അവർ പറഞ്ഞത്. ബിക്കോസ് വെളിയിൽ നല്ല ക്രിസ്പിയും അകത്ത് ഭയങ്കര ജ്യൂസി ആണെന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. അവരങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. അത് ഒറ്റ ബോണിൽ നിന്നാണ് പറഞ്ഞത് വിങ്സ്. അത് നോക്കണം ഗൈസ്, സെറ്റായിരിക്കും, എളുപ്പം തിന്നാനും പറ്റുമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട സബ്സ്ക്രൈബർ ഇല്ല അഖിൽ എന്ന് പറഞ്ഞ ബ്രോ, അപ്പം പുള്ളി വന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ ഭയങ്കര സ്നേഹമുള്ള സബ്സ്ക്രൈബേഴ്സ് ഗൈസ്. ഞാൻ കുറേ പറഞ്ഞു വേണ്ട, ഞാൻ ടാക്സി വിളിച്ച് പൊയ്ക്കോളാം, പക്ഷേ പുള്ളി ഒരു രക്ഷയില്ല, സമ്മതിക്കുന്നില്ല. പിന്നെ നമ്മുടെ വേറൊരു സബ്സ്ക്രൈബർ ബ്രോ ഉണ്ട്, അപ്പം പുള്ളി ഇങ്ങനെ അവിടെ ഒരു പിസ്സേറിയ ഉണ്ട്, പുള്ളി ഇങ്ങനെ തിരമിസ് അയച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ കഫേന്ന് മറ്റേ ഫ്രഞ്ച് ടോസ്റ്റ് അയച്ച് കിറങ്ങിയിരിക്കാം. അപ്പോൾ പുള്ളിയെ ഇങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്, പുള്ളിയെ ഒരു കുക്കിയും സംഭവങ്ങളെങ്കിലും അയച്ചു തരാമെന്നുള്ള രീതിയിൽ. ഞാൻ ഇങ്ങനെ നോക്കട്ടെ കേസ്, ഈ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ പോർട്ടർ വഴി അയച്ചു തരാമെന്ന് പറഞ്ഞത്. അപ്പം എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പം ഇനി സമയമുണ്ടോ ഇല്ല എന്നുള്ളത്. പക്ഷേ ബ്രോ താങ്ക് യു സോ മച്ച്. ലൈവിൽ കൂടെ തന്നെ പറയുന്നത് നിങ്ങളെപ്പോലുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്നേഹം ഐ കാൻഡ് ഇവൻ താങ്ക് ഇനഫ്. അപ്പോൾ ഭയങ്കര സ്നേഹമാണ് എല്ലാവർക്കും. ബാംഗ്ലൂർ വന്നിട്ട് ഒത്തിരി പേര് എൻ്റെ മെസ്സേജ് അയച്ചു. കുറേ പേരൊന്നും കാണാൻ പറ്റില്ല, ബിക്കോസ് ഈ ഇവൻ്റ് ഉണ്ടായതുകൊണ്ട് ഭയങ്കര ബിസിയായിരുന്നു. പക്ഷേ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ പക്ക ടൈം എടുത്ത് വരും, എല്ലാവരെയും കാണും, മാക്സിമം കാണാൻ പറ്റുന്നവരെയൊക്കെ കാണാൻ ട്രൈ ചെയ്യാൻ കേസ്. സോ ഇപ്പം എന്തായാലും ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അഖിൽ ബ്രോ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു. ഇതാണ് സാധനം. എൻ്റെ പൊന്നു കട്ട പ്രസൻറ്റേഷൻ കേട്ടാ. കൊണ്ടുവന്ന കൂടെ എടുത്തുകൊണ്ട് പോയി. ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല ക്രിസ്പിയാണ്. അതിൻ്റെ കൂടെ 2 കോമ്പിനേഷൻ സാധനം, സ്വീറ്റ് ചില്ലി ജാമും സ്വീറ്റ് ചില്ലി സോസുമാണ്. ഓക്കെ ഗൈസ്, ലെറ്റ് മീ ട്രൈ ഇറ്റ്. ഇതാണ് നമ്മുടെ തായ്ലൻഡ് കോമ്പിനേഷൻസ്. എൻ്റെ പുറത്തുണ്ടാക്കിയോ ഗാർണിഷിന് ഫ്രൈഡ് ഗാർലിക്കൊക്കെയാണെന്ന് തോന്നുന്നു, എൻ്റെ ബലമായ സംശയം. അതെ, ഫ്രൈഡ് ഗാർലിക്കും പരിപാടികൾ ഓണിയൻസൊക്കെ ആണെന്ന് തോന്നുന്നു. എന്തായാലും അതിനടുത്ത് നോക്കാം ഗൈസ്. ഒമ്മച്ച് എൻ്റെ തീർന്നാ ഒരു ബോണേ ഉള്ളടേ, എൻ്റെ പൊന്നോ പൊളി സംഭവം കേട്ടോ. കണ്ടാൽ തന്നെ അറിയാം നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ താങ്ക് യു. ഇതാണ് സംഭവം ഗൈസ്, പാഡ് തായ്. Sure. Okay. You okay with everything what's in here? Yeah. Okay, fine. This much peanut is fine. Yeah. Guys, ഇത് അവർ തന്നെ മിക്സ് ചെയ്ത് തരും.
പുള്ളി നല്ല രീതിയിൽ ഓക്കെ. Right side, right side. ഓ ഇലയൊക്കെ കറക്റ്റായിട്ട്. ഓ നൈസ്. എന്നിട്ട് ലെമൺ സ്ക്വീസ് ചെയ്ത് വേൾഡ് ഫേമസ് പാഡ് തായ് ഗൈസ്. This is as authentic as you can get in India. It's yummy. ഇതിങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കഴിച്ചത്. അതാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുട്ടയുണ്ട്, ചിക്കൻ ഉണ്ട്, എവറിത്തിങ് ഇസ് സ്പ്രൗട്ട്സ് ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്, ചില്ലി ഫ്ലേക്സ്. It's fine. I'll just have the chicken and then. Are you the chef? No. So, fine. പുള്ളി ഒന്ന് നല്ല കാര്യമായിട്ടൊക്കെ മിക്സ് ചെയ്ത് തന്നിട്ട് പോയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ആദ്യം ചിക്കൻ ട്രൈ ചെയ്തതിന് ശേഷം പിന്നെ പാഡ് തായ് ട്രൈ ചെയ്യാം. സോ ലെറ്റ്സ് സീ ഗൈസ്. ആദ്യം ഞാൻ ചിക്കൻ ട്രൈ ചെയ്ത് പാഡ് തായ് എങ്ങനെ ഉണ്ടോ നോക്കാം. തണുക്കുന്നതിന് മുമ്പേ കഴിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ആദ്യം നമുക്ക് ചിക്കൻ ട്രൈ ചെയ്യാം. കുറച്ച് സോസ് നമ്മൾ എടുത്ത് ഇവിടെ വയ്ക്കാം. അത് നമ്മൾ ഡിപ്പ് ചെയ്ത് തിന്നാനും പറ്റും. ഇതിങ്ങനെ വയ്ക്കുന്നു, ചിക്കൻ എടുക്കുന്നു, അങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്യുന്നു. ഇതെങ്ങനെ ആക്കിയാൽ വരുമോ എന്നെനിക്കറിയില്ല, പക്ഷെ വരുന്നുണ്ട്. എൻ്റെ പൊന്നോ കട്ട സോഫ്റ്റ് സാധനം. ഒറ്റ നെക്കിന് വന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് നമ്മളെ നോർമൽ ചിക്കൻ വിങ്സ് തന്നെ, പക്ഷെ ചെറിയൊരു ഹിൻഡ് ഓഫ് ഫ്ലേവർ ഇവരുടേതായിട്ടുള്ള സംഭവമുണ്ട് ഇവിടെ. അതർവൈസ് നമ്മൾ സാധാരണ കഴിക്കുന്ന ചിക്കൻ വിങ്സ്, പക്ഷെ ഇത് കുറച്ചുകൂടെ ഡീപ് ഫ്രൈഡ് ആണ് കേട്ടോ. മുട്ടൻ ക്രിസ്പി ഔട്ട് സൈഡ്, സ്കിന്ന് ഭയങ്കരമായിട്ട് ക്രിസ്പി ആക്കിയിട്ട് അകത്ത് കട്ട സോഫ്റ്റ്, നല്ല ജ്യൂസി ആയിട്ടുള്ള പരിപാടി. കൊള്ളാം ഗൈസ്, നൈസ്, ലൈക്ക് ഇറ്റ്. അടുത്തിന് നമുക്ക് ഈ സോസ് വെച്ച് വെച്ചോക്കുന്നത്, ഇത് വെച്ച് എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരൊറ്റ കുത്ത്, ഒറ്റ ബോണേ ഉള്ളൂ, നിൽക്കുന്നു ഈ സാധനം ഇങ്ങനെ വരും. പിന്നെ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. വെരി സിമ്പിൾ. മറ്റേ കംഫർട്ട് ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഗൈസ്. നമുക്ക് ഇങ്ങനെ ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കുക. സാധനം എടുക്കുക, നെക്കുക, തിന്നുക, പൊളി സാധനം ഗൈസ്. ദിസ് ഈസ് ലൈക്ക് കൊള്ളാം. ഇവിടെ ആണെങ്കിൽ ഇത് എന്നും ഞാൻ വാങ്ങിച്ചു ഓർഡർ ചെയ്തതാണ്. ഇത് മെനു എന്ത് സോഫ്റ്റാണെന്നുള്ളത് അതുകൊണ്ട് ഒറ്റ വഴിക്ക് തിങ്ങി വരും. നൈസ്, ഐ ലൈക്ക് ഇറ്റ്. അടുത്ത് നമുക്ക് പാഡ് തായ് കഴിക്കാം ഗൈസ്. നമ്മൾ പാഡ് തായ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതൊന്ന് സർവൊക്കെ ചെയ്ത് തന്നു. ലെറ്റ് മീ സീ ഹൗ ഇറ്റ് ഈസ് ഗൈസ്. കണ്ടിട്ട് സംഭവം അടിപൊളിയാണെന്ന് തോന്നുന്നത്. റൈസ് നൂഡിൽസ് ആണ് ഇതിൻ്റെ അത് ഇടുന്നത്. പീനട്ടും സംഭവങ്ങളും സ്പ്രൗട്ട്സും എല്ലാം ഉണ്ട്. ലൈക്ക് സ്ട്രീറ്റ് ഫുഡാണ്. ഇവിടുത്തെ വില പക്ഷേ സ്ട്രീറ്റ് ഫുഡിൻ്റെ അല്ല, ബിക്കോസ് ഒബ്വിയസ്ലി സ്പെഷ്യാലിറ്റി ആണല്ലോ അവിടെ നിന്ന്. നോക്കട്ടെ ടേസ്റ്റ്. കൊള്ളാം, അടിപൊളി. ചിക്കൻ ഇവിടെ കഴിച്ചോട്ടെ. ഓ അമ്മോ, ചിക്കൻ പൊളി ഗൈസ്, അടിപൊളി. അങ്ങനെ അവരത് എന്താ ചെയ്തേക്കണെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ. നൂഡിൽസൊക്കെ പിന്നെ കട്ട സോഫ്റ്റും ചെറിയൊരു ഫ്ലേവറേ ഉള്ളൂ. ഭയങ്കര ഫ്ലേവറൊന്നും പ്രതീക്ഷിക്കില്ല. ഈ പക്ക സ്ട്രീറ്റ് ഫുഡാണ് ഈ സാധനം. അപ്പോൾ അത്ര ഭയങ്കര ഫ്ലേവറൊന്നുമില്ല, ഒട്ടും സ്പൈസി ഒന്നുമില്ല. ഒരു ചില്ലി ഫ്ലെക്സ് ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ഏരിയ കഴിച്ച് നടക്കുമ്പോൾ നമുക്കിതൊരു വിഷയമല്ല. പിന്നെ ഒത്തിരി ഫൈബർ സാധനങ്ങളുണ്ട്. സ്പ്രൗട്ട്സ്, പിന്നെ മുട്ടയുണ്ട്, പീനട്ട്സ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ ഇട്ടേക്കുന്നുണ്ട്. അത്യാവശ്യം ചിക്കൻ്റെ ഇത് മാത്രമല്ല, കുറച്ചൊക്കെ നമുക്ക് ഫില്ലിങ് ആവും. ഒത്തിരി സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്, ഇൻഗ്രീഡിയൻസ്. പക്ഷേ സാധനം നല്ല ടേസ്റ്റ് കേട്ടോ. കഴിച്ച പാഡ് തായിൽ വെച്ച് എനിക്ക് വേണമെങ്കിൽ നിസ്സംശയം പറയാം, ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഐ ഹാവ് ട്രൈഡ് ഇൻ ഇന്ത്യ. മനസ്സിലായല്ലേ? തായ് കുറേ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ദിസ് ഈസ് സിമ്പിൾ, ഭയങ്കര സിമ്പിൾ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. റിയലി നൈസ്, ഗുഡ്, ഐ ലവ് ഇറ്റ്. ഐ തിങ്ക് വൺ ഓഫ് ദ ബെസ്റ്റ് പാഡ് തായ് ഐ ഹാവ് ഹാഡ് ഇൻ ഇന്ത്യ. സോ യെസ്, താങ്ക് യു സോ മച്ച്. പുള്ളിക്കാരൻ വന്ന് കൊള്ളാമെന്ന് ചോദിച്ചു. സോ ഇറ്റ്സ് നൈസ്, ഐ ലൈക്ക് ഇറ്റ്, ഗുഡ്, സിമ്പിൾ, പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ്. ചിലയിടത്തൊക്കെ ലൈമിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്, ബിക്കോസ് ലൈം പിഴിഞ്ഞൊഴിക്കും.
സോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇറ്റ്സ് ഗുഡ്. കംഫർട്ട് ഫുഡാണ് കേട്ടോ ഗൈസ്. തൈ ഫുഡ് എന്ന് പറയുന്നത് ഈ രണ്ട് കഴിച്ച സാധനം നല്ല സിമ്പിൾ സംഭവങ്ങൾ. ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട് ഗൈസ്. ഞാൻ ഇത് ഫുൾ ഫിനിഷ് ചെയ്തിട്ട് വരാം. എയർപോർട്ടിൽ പോകാനുള്ള ടൈം ആവാറായി. സോ ഇതാണ് റെസ്റ്റോറൻറ്റ്. ഞാൻ മറ്റേ അവാർഡായിരുന്നല്ലോ മിഷലിൻ ബിഗ് ഗവൺമെൻറ് 2018, 19, 20, 21, 22, 23. സോ ഇത്രയും തവണ കിട്ടിയ ഒരു കടയാണ് ഗൈസ്. സോ അത്യാവശ്യം മിഷലിൻ്റെയൊക്കെ ഗൈഡിലൊക്കെ വരണമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യമാണ് ഗൈസ്. അപ്പോൾ ആലോചിക്കുക അത് ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിരിക്കണം അവരുടെ ക്വാളിറ്റിയിലും ടേസ്റ്റിലൊക്കെ. കഴിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ബിക്കോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല തൈ ഫുഡോ എനി കുസിൻ. അപ്പോൾ നമ്മളിതൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. യു വിൽ ലൈക്ക് ഇറ്റ് ഗൈസ്. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂഡ് പോലെ പുതിയ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യും. എപ്പോഴും ഇല്ല, വല്ലപ്പോഴൊക്കെ. ഫുള്ള് അങ്ങനത്തെ ഒരു എക്സ്പ്ലോറേഷൻ സെറ്റപ്പിൽ എത്തിയിട്ടില്ല. അപ്പോൾ അത് ടൈം ബീങ് നമുക്ക് തോന്നുന്ന സമയത്ത് എന്താണ് എന്നുള്ളതനുസരിച്ച് ഞാനങ്ങ് ട്രൈ ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് കൊള്ളാം ഗൈസ്, നൈസ്. തൈ ഫുഡ് അല്ലെങ്കിലും കഴിക്കാറുണ്ട്. സോ ഇത്രയ്ക്ക് ഒരു ഹൈപ്പ് ഉള്ളത് കൊണ്ട് വന്ന് കഴിച്ച് നോക്കിയതാണ്. ഇറ്റ്സ് ഗുഡ്. കഴിച്ച പാഡ് തൈയിൽ വെച്ച് എനിക്ക് തോന്നുന്നു അത്യാവശ്യം വെൽ ബാലൻസ്ഡ് ആൻഡ് അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാം ഒരു ടോഫ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. സോ കൊള്ളാം. ഇതിലാണ് ബില്ല് വന്നേക്കുന്നത്. തുറന്നതിന് ഓക്കെ സെറ്റ്. ഇതിൻ്റെ അകത്താണ് ബില്ല്. വെറൈറ്റി. നമുക്ക് എത്ര രൂപ ആയിരുന്നു നോക്കാം ഗൈസ്. ഇതാണ് ബില്ല്. 1670. പാഡ് തൈ 650. കുഴപ്പമില്ല ഗൈസ്. ഇതൊക്കെ ഏകദേശം നമ്മൾ നാട്ടിൽ കഴിക്കുന്നതൊക്കെ പോലെ തന്നെയാണ് സംഭവം. സോ ബില്ലടിച്ചിട്ട് വരാം. ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡൊക്കെ അടിച്ച് അഖിൽ ബ്രോയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുള്ളി കൊണ്ടുവന്ന് നമ്മളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത്. സോ ലെറ്റ്സ് സീ ഗൈസ്. എയർപോർട്ടിൽ എത്തിയിട്ട് ബാക്കി പരിപാടികൾ. നേരത്തെ പോയാലും കുഴപ്പമില്ല, അവിടെ പോയി വെയിറ്റ് ചെയ്യാം ഗൈസ്. എന്നിട്ട് 8:15 ഫ്ലൈറ്റ്. സോ ജസ്റ്റ് നേരത്തെ ഈ ട്രാഫിക് ഡോഡ്ജ് ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സീനില്ല, മനസ്സിലായാലേ. അല്ലെങ്കിൽ അവസാനം ചിലപ്പോൾ പെട്ടുപോയാലോ. ഒന്നാമത് വർക്കിംഗ് ഡേ ആണ്. സോ ലെറ്റ്സ് സീ. അങ്ങനെ ഗൈസ് നമ്മൾ അഖിൽ ബ്രോയുടെ കൂടെ എയർപോർട്ടിലോട്ട് പോവുകയാണ്. ഞാൻ പൊയ്ക്കോളാന്ന്, പക്ഷേ പുള്ളി ഭയങ്കര നിർബന്ധം, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ എയർപോർട്ടിലോട്ട് മന്ദം പോവുകയാണ്. മുടിഞ്ഞ ട്രാഫിക്കാണ്. 8:15 ഫ്ലൈറ്റ്. ഒന്നൊരു കുറച്ച് സമയം എടുക്കും. 1 മണിക്കൂർ 1.5 മണിക്കൂറിനകത്ത് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതൊക്കെ എത്തും. അപ്പം നമ്മൾ ബാംഗ്ലൂരിന് വിട പറയുകയാണ്. ലാസ്റ്റായിട്ട് സിറ്റിയൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ട് സമാധാനിക്കട്ടെ. ഇന്നലെ പോയ സ്ഥലം അടിപൊളിയായിരുന്നു ഗൈസ്. മടിവാള, നമ്മൾ മലയാളികളുടെ രാജ്യം. നല്ല വൈബ് സ്ഥലമാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ സമയം പോണത് അറിയില്ല. സോ നെക്സ്റ്റ് ടൈം എന്തായാലും റൈറ്റ് ഫോക്സിൻ്റെയൊക്കെ കൂടെ വേറെ കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പം സമാധാനമായിട്ട് ഞാൻ ഒരു ദിവസം വരുന്നതായിരിക്കും ബാംഗ്ലൂരിൽ. ഇനിയിപ്പോൾ നേരെ കൊച്ചി, കുറേ പരിപാടി അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി എയർപോർട്ടിൽ വെച്ച് കാണാം ഗൈസ്. ബ്രോ അപ്പം താങ്ക് യു അഗെയിൻ. എന്നെ എയർപോർട്ട് വരെ കൊണ്ടുപോകണം. ഇവിടെ എയർപോർട്ടുമായിട്ട് തൊട്ടടുത്തൊരു സ്ഥലത്ത് പോകണം തന്നെ വലിയ പാടാണ് ഗൈസ്. അതിപ്പോഴാണ് പുള്ളി വന്ന് എയർപോർട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞത്. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം കാണാം. അല്ലെങ്കിൽ പിന്നെ നാട്ടിൽ എപ്പോഴെങ്കിലും വരുന്നെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ ശരി ബ്രോ. അപ്പോൾ ഗൈസ് കാണാം, എയർപോർട്ടിൽ വെച്ചാണ്. ബൈ. അപ്പോൾ താങ്ക് യു ബ്രോ. നമ്മളെ കൊണ്ടുവന്ന് ഈ ട്രാഫിക്കിൽ എത്തിച്ചു തന്ന ബ്രോ താങ്ക് യു സോ മച്ച്. ഞാനീ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ വിളിക്കാം. ഇവിടെ ഉണ്ടോയെന്ന് അറിഞ്ഞൂടല്ലോ, കാണാൻ കുറച്ച് പാടാം. എന്തായാലും നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അകത്ത് കയറിയിട്ട് വരാം. അങ്ങനെ ഗൈസ് നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ഇനിയിപ്പം 8:15 എൻ്റെ ഫ്ലൈറ്റ്. അവിടെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ 9:15 ആകുമ്പോൾ എത്തുമെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ സുഹേർ എന്നെ വിളിക്കാൻ വരുമെന്ന് പറഞ്ഞായിരുന്നു. സോ ഇനി ഒരു 1 മണിക്കൂർ സംതിങ് പോസ്റ്റ് ഉണ്ട് ഗൈസ്. 1.5 മണിക്കൂർ പോസ്റ്റ് ഉണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊച്ചി എത്തുന്നു. ബാക്ക് ടു അവർ ബിസിനസ്. ഇനി എപ്പോഴാണ് ബാംഗ്ലൂർ വരണേന്നൊന്നും അറിയത്തില്ല. അത്യാവശ്യം നല്ല ട്രിപ്പായിരുന്നു ഗൈസ്. നല്ലൊരു എൻജോയ് ചെയ്ത്. ബിക്കോസ് ഇറ്റ് വാസ് എ വെരി സ്പെഷ്യൽ ട്രിപ്പ്. അപ്പോൾ ഇനിയിപ്പം കൊച്ചി വിശേഷങ്ങളായിട്ടൊക്കെ ഇനി ഉടനെ പുതിയ വ്ളോഗുകൾ വരും. ബാംഗ്ലൂർ ഇനി കുറച്ച് നാളത്തേക്ക് കാണത്തില്ല ഗൈസ്. ഇവിടെ എന്തൊക്കെയോ അനൗൺസ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ പുറകെ ആൾക്കാർ വന്നായിരുന്നു. ഒഴിഞ്ഞ സ്ഥലം നോക്കി ഇരുന്നിട്ട് ഉടനെ അവിടെ ഞാൻ കുറച്ച് അരിഞ്ഞിരിക്കും. അല്ലെങ്കിൽ ഇനിയിപ്പം അവരിനി ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ പണിയാണ്. അപ്പം ഈ സാധനവും കൊണ്ടാണ് യൂട്യൂബ് തന്ന ഗുഡി ബാഗും ഉണ്ട് ഗൈസ്. ഇതും കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ചെക്കിൽ അവർ നിർത്തി ഇതിൻ്റെ പൂട്ടൊക്കെ പൊളിച്ച് തുറന്നു നോക്കി ഇതിൻ്റെ അകത്ത് എന്താണെന്നൊക്കെ ഉള്ളത്. ബിക്കോസ് ബ്ലാക്ക് ടേപ്പ് ഒട്ടിച്ചിരുന്നുണ്ട്. അവരെന്താണ് ഇതിൻ്റെ അകത്തുള്ളതെന്നൊക്കെ ഉള്ളത് തപ്പി നോക്കലായിരുന്നു. സോ അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതും കൊണ്ട് പിന്നെ അവസാനം അവർ ഒട്ടിച്ചൊക്കെ തന്നു ഗൈസ്. അത് വളരെ നല്ല സെക്യൂരിറ്റി ഓഫീസേഴ്സ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും ലെറ്റ്സ് സീ. ഇനിയിപ്പം കൊച്ചിയിൽ എത്തിയിട്ട് കാണാം ഗൈസ്. ബാക്കി ദുഹേർ വരട്ടെ. ദുഹേറായിട്ട് എവിടെയെങ്കിലും പോവാം. ഇങ്ങനെ ഗൈസ് നമ്മൾ
ഫ്ലൈറ്റ് ബോർഡ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-20 മിനിറ്റ് ലേറ്റായിരുന്നു. സോ അവിടെ എത്തുമ്പോൾ എന്തായാലും സുഹേർ ട്രാക്ക് ചെയ്ത് വന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ഗൈസ്. വണ്ടി മെയിൻ്റനൻസിനായിരുന്നു, ലൈക്ക് ഫ്യൂവലൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ വന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു ഫ്ലൈറ്റ്. സോ സം ഡിലേസ് ദെയർ ഗൈസ്. എത്രയും പെട്ടെന്ന് കൊച്ചി എത്തിയാൽ മതി. കൈൻഡ് ഓഫ് എക്സൈറ്റഡ്. നാട്ടിലെത്തണതിൻ്റെ ഒരു സന്തോഷം. നാട്ടിൽ എത്തിയതിന് ശേഷം ഗൈസ് ബാംഗ്ലൂരിലെ എല്ലാ വ്ളോഗും ഞാൻ ഇപ്പം ചെറുപറാന്ന് ഇപ്പോൾ ഇട്ട് കാണും ഓൾറെഡി. ഇത് ലാസ്റ്റ് ഡേ ആണ്. ഇതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 2 വ്ളോഗ് കാണുമായിരിക്കും. 2 വ്ളോഗല്ലേ, അല്ല 3 വ്ളോഗ്. അപ്പോൾ ഇത് 3 നിങ്ങൾ കണ്ടു കാണും ഗൈസ്. ഇത് 3ാമത്തെ വ്ളോഗായിരിക്കും ചിലപ്പോൾ. അപ്പോൾ എന്തായാലും ഗൈസ് കൊച്ചി എത്തിയതിന് ശേഷം വീണ്ടും വരുന്നതായിരിക്കും. ഗൈസ് നമ്മളെ കൂടെ നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട്, അനൂപ് ബ്രോ. നമ്മൾ ഫ്ലൈറ്റിൽ എയർപോർട്ടിൽ വെച്ച് കണ്ടതാണ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഗൈസ്. പുള്ളി സെൽഫിയുടെ വന്നപ്പോൾ നോക്കുമ്പോൾ നാട്ടുകാർ മൊത്തം എന്നെ നോക്കുന്നു, ഇത് ആരപ്പാന്നുള്ള രീതിയിൽ. എന്തായാലും താങ്ക്സ് ബ്രോ. അപ്പോൾ എന്തായാലും ബ്രോ എന്താ ചെയ്യുന്നത്? ഞാൻ മൈക്രോബയോളജിസ്റ്റ് ആണ്. മൈക്രോബയോളജിസ്റ്റ്. അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് മൈക്രോബയോളജിസ്റ്റിനെ കാണുന്നത്. എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച് ബ്രോ. അപ്പോൾ എന്തായാലും കാണാം കൊച്ചി വെച്ച്. ശരി. അങ്ങനെ സുഹേർ വരുന്നുണ്ട് ഓറഞ്ച് കാറിൽ. കുണുങ്ങി വരുന്നുണ്ടായി. ഇത് ബാക്കി വയ്ക്കാടാ. ഓഹോ, ഇതെന്തോന്നു എന്റെ ദൈവമേ ഗൈസ്. അങ്ങനെ സുഹേർ എന്നെ ഞെട്ടിക്കുന്നു. ഇവിടെ കയറി വന്നപ്പോ അവൻ വ്ളോഗൊക്കെ ചെയ്തോണ്ട് ഇവിടെ എന്താണ് സുഹേറെ സുഹേറിന്റെ വ്ളോഗിങ് സെറ്റപ്പ് ഒക്കെ കണ്ടോ ഗൈസ് ഫുള്ള്. പക്ഷെ എന്റെ പൊന്നോ, കുറെ നാളായി സുഹേറിനെ കണ്ടിട്ട്. അപ്പൊ ഗൈസ് തളർന്ന ആവശ്യം ലേറ്റായ ഫ്ലൈറ്റും എല്ലാമൊക്കെ ആയിട്ടും മതിയായി. കൊച്ചി എത്തിയപ്പോൾ എന്തൊരു സമാധാനം. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് യാത്ര തിരികട്ടെ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ജ്യൂസി പനമ്പള്ളിയിൽ വന്നിരിക്കുകയാണ്. വേറെ ടേബിളൊക്കെ ഒതുക്കിയിരിക്കുകയാണ്. എന്താണ് കട്ട ബാക്ക്ഗ്രൗണ്ട്, ബാത്റൂമിലൊക്കെ ഇരിക്കുന്ന പോലെ. നല്ല ടൈൽസ്. യെസ്. അങ്ങനെ ഗൈസ് നമ്മൾ ചെറുതായിട്ടൊന്ന് അത്യാവശ്യം വിശപ്പ് ഒന്നും കഴിക്കാത്തുണ്ട്. എഗ് സാൻഡ്വിച്ച്, എഗ് റോള്, ഇത് രണ്ടും എനിക്ക്. ബട്ടർ ചിക്കൻ റോള് യവനെ. പിന്നെ ടെൻഡർ ഫ്രൂട്ട് അങ്ങനെ എന്തോ സാധനം ഞാൻ കണ്ടു. ഞാൻ അതും കൂടെ ഓർഡർ ചെയ്തു. ടെൻഡർ കോക്കനട്ടും ഫ്രൂട്ട്സും കൂടെ മിക്സ് എന്നാണ് കേട്ടോ. അപ്പോൾ സോ ട്രൈ ചെയ്യാം. വിശക്കും ഗൈസ്. എൻ്റെ ടെൻഡർ കോക്കനട്ട് ഷേക്ക് ഉണ്ട് ഗൈസ്. ടെൻഡർ ഫ്രൂട്ട് എൻ്റെ പൊന്നോ, ഇത് കുടിച്ചാൽ തന്നെ വേറെ അറിയില്ലടി. ഞാൻ ഇനി ഫുഡ് കുറച്ചുകൂടെ ആലോചിച്ചും കണ്ടൊക്കെ ഞാൻ ഓർഡർ ചെയ്യുന്നത്. ശരിയാവില്ല. ഇതൊരു ടെൻഡർ കോക്കനട്ടും ഫ്രൂട്ട്സും എല്ലാം കൂടെ മിക്സാണ് കേട്ടോ. ഗോഡ് സേവ് മീ ഗൈസ്. അത് സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. ഐസ്ക്രീം ഒക്കെ ഉണ്ടെന്നോ, നല്ല തിക്ക്. കൊടുക്കുന്ന ടേസ്റ്റ് റിച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷേക്ക് ലെവൽ റിച്ച്. കൊള്ളാം. നൈസ് റിച്ച് ഷേക്ക് ഗൈസ്. അങ്ങനെ ഗൈസ് ഞാനൊരു സാൻഡ്വിച്ച് പറഞ്ഞിട്ട് വന്നതുണ്ടോ ഗൈസ്, ഒരു ജില്ലയ്ക്ക് കഴിക്കാനുള്ളതാണ്. ഇത്രയും വലിയ ബ്രെഡൊക്കെ ഇവരിലുണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ചെയ്ത ലുട്ടാപ്പി ബ്രെഡൊക്കെ വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണ്. 100 രൂപ ഉള്ളൂ. പക്ഷേ ഇത്രയും ഹെവി കേട്ടോ. ദിസ് ഈസ് ഫില്ലിങ്. ഇത് ബട്ടർ ചിക്കൻ ഗൈസ്. അത് പോരാഞ്ഞിട്ട് നമ്മളിതാ ഉള്ളതിൻ്റെ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. വേറെ ബട്ടർ ചിക്കൻ കഴിച്ചാൽ നിനക്കൊന്നും ആവില്ലെന്ന് എനിക്കറിയാം. കുഴപ്പമില്ല. നിനക്കുള്ള ബ്രെഡ് എഗ് സാൻഡ്വിച്ച് എവിടെ ഇരിപ്പുണ്ട്. ചിരി കണ്ടാ അറിയാം ഗൈസ്. അതായത് ഫുള്ളൊന്ന് ഫിനിഷ് ചെയ്യും ഗൈസ്. ഈ സാധനം കണ്ടോ, ഈ നീണ്ടു നിവർന്നിരിക്കുന്ന സാധനം. ഇതെന്തോ കൽക്കട്ട എഗ് റോൾ അല്ല, ബട്ടർ ചിക്കൻ റോൾ. ഉള്ളിക്കടി. പൊളി സാധനം. അൺബിലീവബിൾ ടേസ്റ്റ്. ഈ പ്രൈസിന് കട്ട വർത്ത് കേട്ടോ. ബഡ്ജറ്റ് പ്രൈസിൽ വേറെ ലോക ടേസ്റ്റ്. ഞാൻ പറഞ്ഞ എഗ് സാൻഡ്വിച്ച് അടിപൊളി. കൊള്ളാം കേട്ടോ. അതായത് ബഡ്ജറ്റിൽ കഴിക്കാനായിട്ട് ബെസ്റ്റ് സ്ഥലമാണ്. ബെസ്റ്റ് ബഡ്ജറ്റ് സ്പോട്ട് അവാർഡ് ഞാൻ കൊടുത്തിരിക്കുന്നു. സാൻഡ്വിച്ചൊക്കെ ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ഗൈസ്. അടുത്ത സാധനം ഞാൻ ഓർഡർ ചെയ്തത് എഗ് റോൾ. ഓംലെറ്റാണ് അത്. പക്ഷെ നല്ല മൊരിച്ചാണ് വെച്ചേക്കുന്നത് പൊറോട്ട. ഇതിനെക്കാട്ടി ബട്ടർ ചിക്കനാണ് നല്ലത്. അവിടെ ചിക്കൻ്റെ ജ്യൂസിനെസ് കൂടെ വരുമ്പോൾ അടിപൊളി. ഇത് പിന്നെ വേറെ ഓംലെറ്റാണ് ഗൈസ്. ഇവൻ ചെയ്തൊരു സിമ്പിളായിട്ട് മതി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ഓർഡർ ചെയ്തത്. അങ്ങനെ ഗൈസ് നമ്മുടെ ഇന്നത്തെ ദിവസം എൻഡ് ചെയ്തിരിക്കുകയാണ്. ആ പെട്ടി നമ്മൾ സാധനം കയ്യിലുണ്ട് ഗൈസ്. യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഐറ്റം നമ്മൾ സേഫായിട്ട് നാട്ടിലെത്തിച്ചിരിക്കുകയാണ്. കസ്റ്റംസുകാർ അതൊക്കെ തുറന്നൊക്കെ നോക്കി അതിൻ്റെ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി.
അപ്പോൾ അങ്ങനെ നമ്മൾ സേഫായിട്ട് സാധനം എത്തിച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ ചെറിയ രീതിയിലൊന്നും ഉണ്ടാകും. അപ്പോൾ വേറെ താങ്ക്സ് ഡാ, എന്നെ രാത്രി ഒന്ന് പൊറോട്ട തീറ്റിച്ചതിന്. ഓക്കെ, അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബാക്കി നാളെ. ടാറ്റ, ബൈ.